വർദ്ധിച്ചു വരുന്ന അക്രമാസക്തിയെപ്പറ്റി നമുക്ക് ചിന്തിക്കാനും അറിയുവാനും അറിയിക്കുവാനും പറയുവാനും കേൾക്കുവാനും മനനം ചെയ്യുവാനും എന്താണുള്ളത്? ഈ വിഷയത്തിൽ താല്പര്യമുള്ള ഏവർക്കും സ്വാഗതം. നമുക്ക് ഈ അടുത്ത കാലത്ത് കേരളത്തെ ആകമാനം ഞെട്ടിപ്പിച്ചുകൊണ്ട് പുറത്തു വന്ന മാധ്യമ റിപ്പോർട്ടുകൾ മനുഷ്യ സംസ്കാരത്തിൽ അക്രമ ആസക്തി പൂർവാധികമായി നമ്മെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ വർദ്ധിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ആർക്കും തന്നെ അവഗണിക്കാൻ കഴിയാത്ത വിധത്തിൽ സംഭവങ്ങൾ അടിക്കടി നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സമൂഹത്തിൻ്റെ ആകമാനമായ സ്വഭാവം ഈ വിധത്തിൽ തലതിരിഞ്ഞു പോകുന്നത് എന്നതിനെപ്പറ്റി അടിസ്ഥാനപരമായ ഒരു ഗ്രാഹ്യമെങ്കിലും രൂപീകരിച്ച് എടുക്കേണ്ടത് ആവശ്യമാണ്. യാഥാർത്ഥ്യങ്ങളോടുള്ള ഒരു സംവാദമാണ് ആത്മീയത എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ നേരെ കണ്ണടയ്ക്കുവാൻ നമുക്ക് ആർക്കും തന്നെ അവകാശമില്ല. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. വസ്തുനിഷ്ഠമായി ചിന്തിക്കേണ്ടതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ആദ്യമേ അടയാളപ്പെടുത്തിക്കൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതാകും കൂടുതൽ ഉചിതമെന്ന് എന്നെപ്പോലെ നിങ്ങളും കരുതുന്നുണ്ടാകും. നമുക്ക് 2 അല്ലെങ്കിൽ 3 വളരെ ശ്രദ്ധേയമായ ഉദാഹരണങ്ങൾ. ഒന്ന്, ഭവനങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ. ഭവനങ്ങളിൽ സ്വന്തം ആളുകളുടെ കൈകളാൽ പൊലിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ. ഏറ്റവും അവസാനമായി ഏറ്റവും അടുത്തായി തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് നടന്ന അതിദാരുണമായ സംഭവം. ഒരു 23 വയസ്സുകാരൻ അവൻ്റെ തന്നെ ഉറ്റ ബന്ധുക്കളായ 6 പേരെ കൊല്ലാൻ ശ്രമിച്ചു. അതിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഒരാൾ മരണത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതിലാകമാനമായ ആശ്വാസ വാർത്ത. ഇത് ഒരു തരത്തിലുള്ള സംഭവമാണ്. രണ്ടാമത് അതിവിചിത്രമായി കേരളത്തിലും ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലും സംഭവിച്ച ഡിജിറ്റൽ അറസ്റ്റ്. അതും അക്രമം തന്നെയാണ്. പക്ഷേ വെഞ്ഞാറമൂട് സംഭവവും അതും തമ്മിലുള്ള വ്യത്യാസം, വെഞ്ഞാറമൂട് പോലെയുള്ള സംഭവങ്ങൾ ഒരു വ്യക്തി അടുത്തു വന്ന് ഇപ്രകാരമുള്ള അക്രമം ചെയ്യുമ്പോൾ, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന അക്രമം അങ്ങ് ദൂരെ നിന്നാണ്, വളരെ ദൂരെ നിന്നാണ് ചെയ്യുന്നത്. പക്ഷേ അത് വലിയ അക്രമം തന്നെയാണ്. ആ അക്രമത്തിൽ ടെക്നോളജി ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ടെക്നോളജി ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്രകാരമുള്ള അക്രമങ്ങൾ നടക്കുന്നത്. ഞാൻ എടുത്തു പറയാൻ കാര്യം, ടെക്നോളജി അക്രമങ്ങൾ വർദ്ധിക്കുന്നതിൽ നിർവഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ടെക്നോളജി ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇല്ല എങ്കിൽ മനുഷ്യന് അക്രമം പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇപ്പോൾ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മനുഷ്യൻ കല്ലായുധം ഉപയോഗിച്ചു മനുഷ്യരെ കൊന്നു. അതും ടെക്നോളജിയാണ്. ടെക്നി എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ടെക്നോളജി ഉണ്ടായത്. ടെക്നി എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം സ്കിൽ എന്ന് മാത്രമാണ്. അപ്പോൾ ആ സ്കിൽ ഉപയോഗിച്ച് മനുഷ്യൻ ആയുധമുണ്ടാക്കുന്നു. ആയുധമുണ്ടാക്കുന്നത് ഉണ്ടാക്കിയ ആയുധം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള സ്കിൽ അവൻ വീണ്ടും പ്രാപിക്കുന്നു. ഇപ്പോൾ നല്ല ഒരു തോക്കുണ്ടായാൽ പോരാ, അത് ഉപയോഗിക്കാൻ കൂടെ പഠിക്കണം. തോക്കുണ്ടാക്കുന്നത് ടെക്നിയാണ്, തോക്ക് ഉപയോഗിക്കുന്നവരെ സഹായിക്കുന്നത് ടെക്നിയാണ്, സ്കില്ലാണ്. ഇപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് വേണമെന്നൊക്കെ പറയുന്നത് ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് വേണ്ടിയുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു പബ്ലിക് സ്പീക്കറാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ടെക്നി ആവശ്യമാണ്, സ്കിൽ ആവശ്യമാണ്. പക്ഷെ ഇവിടെ അക്രമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന
സ്കില്ലിനെ പറ്റിയാണ് നാം പരാമർശിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് നാം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അക്രമാസക്തിയുടെ ഏറ്റവും നവീനമായ ആവിഷ്കാരമാണ് ഡിജിറ്റൽ അറസ്റ്റ്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് എനിക്ക് അടയാളപ്പെടുത്താനുള്ളത്, ആഗോളതലത്തിൽ കരുത്തന്മാരായ നേതാക്കന്മാർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പൂർവാധികമായ മുൻപൊരിക്കലും പക്ഷേ ഉണ്ടാകാതിരുന്നിട്ടുള്ള ഒരു ജനപ്രീതി. റഷ്യയിലെ പുടിനാണെങ്കിലും അമേരിക്കയിലെ ട്രംപ് ആണെങ്കിലും ചൈനയിലെ ഷീ ജിൻപിങ്ങിനാണെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി മോദി ആണെങ്കിലും കരുത്തുറ്റ നേതാവ്. ഈ കരുത്ത് എന്ന് പറയുമ്പോൾ നാം എങ്ങനെയാണ് കരുത്ത് ഒരു വ്യക്തിയുടെ കരുത്ത് എപ്രകാരമാണ് അനുഭവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ചിന്താശക്തിയുടെ കൂർമ്മത കൊണ്ടൊന്നുമല്ല. അദ്ദേഹം എത്രമാത്രം ബലപ്രയോഗം നടത്തുവാൻ കഴിവുള്ളവനാണ്. ഒരു സങ്കോചവുമില്ലാതെ ഏത് തോതുവരെ അക്രമം, വയലൻസ്, ഹിംസ ചെയ്യുവാൻ മടിക്കാത്ത ആളാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ എന്തെല്ലാം അപകടം വരും, അതനുസരിച്ച് മാത്രമാണ് ഒരു നേതാവ് കരുത്തുറ്റ നേതാവ് എന്ന് നാം പറയും. അപ്പോൾ ഇതിലൊക്കെ അക്രമാസക്തിയോട് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ എപ്പോഴും അടങ്ങിയിട്ടുള്ള ഒരു താല്പര്യം, ഒരു മമത, ഒരു പ്രേമം, ഒരു അനുരാഗം നാം മനസ്സിലാക്കണം. മനുഷ്യൻ്റെ മനസ്സിൽ അക്രമവാസനയോടും അക്രമസംബന്ധമായ പ്രവർത്തനങ്ങളോടും ഒരടുപ്പവും ഒരു എന്താണ് പറയുന്നത്, ഒരു ആരാധനാ മനോഭാവമുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സാധാരണഗതിയിൽ മനുഷ്യ സ്വഭാവത്തിലുള്ള ഈ ഒരു പ്രവണതയെ കടിഞ്ഞാനിട്ട് നിൽക്കത്തക്ക വണ്ണം അത് സമൂഹത്തിൻ്റെ ഭദ്രതയെ അപകടത്തിലാക്കാത്ത വിധത്തിൽ നിയന്ത്രിക്കത്തക്ക സംവിധാനങ്ങളുണ്ട്, പരിശീലനങ്ങളുണ്ട്, ധാരണകളുണ്ട്, സാംസ്കാരികമായ വേലികെട്ടലുകളുണ്ട്, ധാർമ്മികമായ നിർബന്ധങ്ങളും നിബന്ധനകളുമുണ്ട്. ഇവയ്ക്കൊക്കെയും അയവ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രശ്നങ്ങൾ മൂർച്ഛിക്കുന്നതും നാം അതിനെപ്പറ്റി ചിന്തിക്കുന്നതും എന്നുകൂടെ ദയവായി ഓർക്കുക. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ 3 സംഭവങ്ങൾ അടയാളപ്പെടുത്തുന്നു. ഇപ്പോൾ പുടിനെ ലോകം ശ്രദ്ധിക്കുന്ന അദ്ദേഹം യുക്രൈനിൽ കയറി അടിച്ചു, ആയിരം ആളുകളെ കൊന്നു, അനേക പട്ടണങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. ഇസ്രയേലിനെ അങ്ങനെയാണ്. ഗാസയിൽ കയറി അടിക്കുന്നു, നശിപ്പിക്കുന്നു, ലെബനോനിൽ കയറി ആക്രമിക്കുന്നു, പിന്നെ അതുപോരാഞ്ഞ് സിറിയയിൽ കയറി ആക്രമിക്കുന്നു, ഇറാനിൽ കൊണ്ട് ബോംബിടുന്നു. അങ്ങനെ മറ്റും ഞങ്ങളുടെ കരങ്ങൾ എവിടെ എത്താനും പര്യാപ്തമായ നീളമുള്ളതാണെന്നൊക്കെ അവകാശപ്പെടുന്നു. അതിൻ്റെ പുറകിലുള്ള പശ്ചാത്തലം ഞാനിപ്പോൾ പരിഗണിക്കുന്നില്ല. അപ്പോൾ ശക്തിയുള്ളത് കൊണ്ടാണ് നെതന്യാഹു ഇന്ന് ലോകത്തിലെ ശ്രദ്ധേയമായ ഒരു വ്യക്തിയാണ്. ശക്തിയുണ്ടെന്ന് മാത്രമല്ല, അത് ഏത് അറ്റം വരെയും പോയി പ്രയോഗിക്കാൻ ഉള്ള സന്നദ്ധതയും അതിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അക്രമം പ്രവർത്തിക്കുന്നവരോടുള്ള ഒരു പ്രത്യേകമായ ആരാധന മനോഭാവം പ്രത്യേകിച്ച് ഈ കാലത്ത് വർദ്ധിച്ചു വരുന്നു എന്നും കൂടെ നാം മനസ്സിലാക്കുക. ഇനിയും അക്രമം പല വിധത്തിലാണ്. നമുക്കറിയാം, വ്യക്തികളോട് ചെയ്യുന്ന അക്രമം കൂടുതലായും കേരളത്തിൽ അങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് വന്ന സംഭവങ്ങൾ. അതിൽ തന്നെ കുടുംബത്തിൻ്റെ ഭദ്രത തകർക്കുന്ന അക്രമങ്ങൾ, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയും. അതിന് നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ വളരെ ബൃഹത്തായ അനേക മുഖങ്ങളുണ്ട്. അവയൊന്നും വേണ്ടതുപോലെ വിശദമായി പരാമർശിക്കപ്പെടുന്നില്ല. ഞാനും ഈ വീഡിയോയിൽ അങ്ങനെ പരാമർശിക്കുന്നില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, സ്വന്തം ഭവനത്തിൽ ഒരു പുരുഷന് വേണ്ടത്ര നിയന്ത്രണം, അവൻ ഇച്ഛിക്കുന്നത് പോലെ നിയന്ത്രണം പ്രാപിപ്പാനോ പാലിപ്പാനോ കഴിയുന്നില്ല എങ്കിൽ അവൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ തന്ത്രം, ആയുധം അക്രമമായിരിക്കും. അത് നിയമത്തിൻ്റെ പിടിയിൽപ്പെടാതെ ഏതെല്ലാം വിധത്തിൽ അക്രമം പ്രവർത്തിക്കാമോ അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കൂടുതലും വാക്കുകൊണ്ടുള്ള അക്രമമായിരിക്കും. കൈകൊണ്ടുള്ള അക്രമം ചെയ്താൽ പോലീസ് പിടിക്കും. അതുകൊണ്ട് മാത്രം പലരും മാന്യത അടിച്ച് നടക്കുകയാണ്. ഞാൻ പ്രത്യേകമായ ഉദാഹരണങ്ങൾ പറഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഭവനങ്ങൾ അക്രമത്തിൻ്റെ വേദികളായി തീർന്നിട്ടുണ്ട് എന്നതിന് യാതൊരു സംശയമില്ല. ബഹുഭൂരിപക്ഷം വീടുകളിലും, എനിക്കറിയാവുന്ന ബഹുഭൂരിപക്ഷം വീടുകളും
ഏതാണ്ട് പൊട്ടാൻ പോകുന്ന ഉരുൾ പോലെ, വോൾക്കൈനോ പോലെ, അഗ്നിപർവ്വതം പോലെ സ്ഥിതി ചെയ്യുകയാണ്. അവിടെയൊന്നും നാം വിചാരിക്കുന്ന പോലെ അക്രമ സംഭവങ്ങൾ നടക്കുന്നില്ല എങ്കിലും അങ്ങനെയുള്ള ഭവനങ്ങളുടെ അടിസ്ഥാന സ്വഭാവം അക്രമാസക്തി തന്നെയാണ്. എന്തുകൊണ്ടോ കൊലപാതകം നടക്കുന്നില്ല, അതുതന്നെ അത്ഭുതമാണ്. ആ വിധത്തിലാണ് അനേക ആയിരം കുടുംബങ്ങളും ബന്ധങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ നാം മറച്ചു വെക്കുന്നത് കൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ ഞാൻ ആദ്യം വ്യക്തികളോട് ചെയ്യുന്ന അക്രമം, രണ്ടാമത് ഭവനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അക്രമം, ഇനി മൂന്നാമത് സമൂഹത്തിലെ അക്രമം, അതായത് പബ്ലിക് സ്പേസിലെ അക്രമങ്ങൾ. നമുക്കറിയാം പൂർവാധികമായി ഇത് വർദ്ധിക്കുക മാത്രമല്ല അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുകയാണ്. എത്ര സമർത്ഥമായി ഒരു കൂട്ടം ആളുകൾക്കെതിരെ അക്രമം പ്രവർത്തിക്കാമോ അങ്ങനെ അക്രമം പ്രവർത്തിക്കുന്ന ആ കൂട്ടർക്ക്, ആ പാർട്ടിക്ക്, ആ ചിന്താരീതിയിലുള്ള ആളുകൾക്ക് വലിയ കയ്യടിയും സ്വീകാര്യതയും ആരാധനയും ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത്. രാഷ്ട്രീയത്തിൽ അക്രമം മുറ്റി നിൽക്കുന്നു എന്ന് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ക്യാമ്പസുകളിൽ അക്രമം എത്രയോ വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം മതമേഖലയിൽ അക്രമം എത്ര വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ അക്രമത്തിൽ വിശ്വസിക്കാത്ത സഭകൾ ഇന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഇപ്പോൾ കോൺവെൻറ്റിൻ്റെ കിണറുകളിൽ നിന്ന് പിറക്കുന്ന ശവങ്ങളുടെ എണ്ണം നോക്കിയാൽ അത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് മാത്രമല്ല, അതിനേക്കാൾ തന്നെ ഞെട്ടിപ്പിക്കുന്നത് അങ്ങനെ ദുരൂഹ മരണങ്ങൾ നടന്നാലും ഒന്നിനെപ്പറ്റിയും അന്വേഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്ത് അക്രമം നടന്നാലും അതിൻ്റെ നേരെ കണ്ണടയ്ക്കുന്ന ഒരു സ്വഭാവം കൂടെയുണ്ട്. ആ ഒരു സമീപനം എന്തെല്ലാം പരിഗണനയിലാണെന്നുള്ള മാറ്റിവെക്ക്, അക്രമം നടന്നാൽ അതിൻ്റെ നേരെ കണ്ണടയ്ക്കുന്ന സ്വഭാവം ഒരു സമൂഹം ശരിവെക്കുന്നുവെങ്കിൽ, അത് പൊറുക്കുന്നുവെങ്കിൽ അത് കൂടുതൽ അക്രമം ചെയ്യുവാൻ വ്യക്തികളെയും കൂട്ടങ്ങളെയും പ്രേരിപ്പിക്കും എന്ന് മാത്രം ഞാൻ പറഞ്ഞ വലിയ വിഷയം ഞാൻ അങ്ങ് ചുരുക്കുകയാണ്. അപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള അക്രമം, ഭവനങ്ങളിലെ അവസ്ഥ, സ്ഫോടനാത്മകമായ അവസ്ഥ, പൊതുരംഗത്തെ അവസ്ഥ, സാംസ്കാരികമായ അക്രമം, കൾച്ചറൽ വയലൻസ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. കയ്യൂക്കുള്ളവനെ ദൈവത്തെ പോലെ ആരാധിക്കുക. ദ സ്ട്രോങ് മാൻ വർഷിപ്പ് ഓഫ് ദ സ്ട്രോങ് മാൻ. ഞാൻ പുട്ടിൻ്റെ ഉദാഹരണം പറഞ്ഞു, ട്രംപിൻ്റെ പോപ്പുലാരിറ്റി പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്ട്രോങ് മാൻ. അപ്പോൾ അതൊരു സാംസ്കാരികമായ രോഗം തന്നെയാണ്. നമുക്കറിയാം ഒരു കാലത്ത് ഹിറ്റ്ലർ ജർമ്മനിയുടെ മെസ്സയ, രക്ഷകനാണ് എന്ന് ബഹുഭൂരിപക്ഷം ജർമ്മൻകാരും കണ്ണടച്ച് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ച പല ആളുകളെയും വ്യക്തിപരമായി ഞാൻ കാണുകയും അവരോട് ഈ കാര്യം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റാലിൻ്റെ കാലത്ത് ഏതാണ്ട് 20 ലക്ഷത്തിൽ പരം 2 കോടിയോളം ആളുകളെ കൊന്നൊടുക്കിയ സ്റ്റാലിൻ, അദ്ദേഹം ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു റഷ്യക്കാർ. അപ്പം അങ്ങനെ ഇത് മനുഷ്യ സ്വഭാവത്തിലുള്ളൊരു വലിയ വൈകല്യം തന്നെയാണ്. നാം മനസ്സിലാക്കണം. എന്തുകൊണ്ട് മനസ്സിലാക്കണം? ഈ ഒരു രോഗത്തിന് എന്തെങ്കിലും ചികിത്സ ഉണ്ടാകണം. നമ്മളെ രോഗം ബാധിച്ചിരിക്കുന്നു എന്നത് മാത്രമല്ല നമ്മുടെ പ്രശ്നം. ഈ രോഗത്തെ നമ്മുടെ ആരോഗ്യപരമായി തെറ്റിദ്ധരിക്കുകയും അതുകൊണ്ട് അത് ചികിത്സിക്കണമെന്ന് ആരും ചിന്തിക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ചാനൽ നടക്കുന്ന ചർച്ചയിൽ ഈ ഒരു വിഷയത്തെപ്പറ്റി വലിയ വിദഗ്ധന്മാരിരുന്ന് ഭാഷ്യങ്ങൾ നടത്തുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്ന് നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണം എന്നതിനെപ്പറ്റി വരുമ്പോൾ തികച്ചും ബാലിശമായ ആശയങ്ങൾ. ഇപ്പോൾ സിനിമയിൽ അക്രമം കാണിക്കുന്നതുകൊണ്ട് എല്ലാവരും അക്രമം. സിനിമയിലും സാഹിത്യത്തിലും എക്കാലത്തും അക്രമം ഉണ്ടായിരുന്നു. പിന്നെ അത് ചിത്രീകരിക്കുന്ന വിധത്തിൽ മനുഷ്യൻ്റെ കലാപരമായ കഴിവ് കുറവാകുന്നതോളം കാലം അത് ക്രൂഡായിട്ട് അവതരിപ്പിക്കും. അതിന് മുൻപ് കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് കുറ്റകൃത്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ യുദ്ധത്തിൽ എത്രയോ താല്പര്യം എക്കാലത്തും ആളുകൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല ഇത് സംഭവിക്കുക. ഇതിന് അനേക മുഖങ്ങളുണ്ട്. അത് സംബന്ധമായിട്ടുള്ള പ്രതിവിധികളും കണ്ടുപിടിക്കാൻ നമുക്ക് കടമയുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കാം. അപ്പോൾ
എന്തുകൊണ്ടാണ് ഈ അക്രമം വർദ്ധിക്കുന്നത്? അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് സൂചിപ്പിച്ച് ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഒന്നാമത് പാശ്ചാത്യ ചിന്തകർ എപ്പോഴും പറയുന്ന ആധുനിക സമൂഹം, ആധുനിക യുഗം, ആധുനിക സംസ്കാരം, ഇതിൽ മനുഷ്യൻ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ്. ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് ആറ്റമൈസ് സൊസൈറ്റി. ഒരു കമ്മ്യൂണിറ്റി സെൻസ് നമുക്കിന്നില്ല. ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് ചേർന്ന് ജീവിതം പങ്കിട്ട് പരസ്പരം സഹായിച്ച് പരസ്പരം സംരക്ഷിച്ച് നാം എല്ലാവരും ഒന്നാണെന്നും ഒരാളുടെ വേദന എല്ലാവരുടെയും വേദനയാണ് എന്നും ഉള്ള ബോധത്തിൽ കഴിയുന്ന അതിനാണ് ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് നമ്മൾ പറയുന്നത്. അത് ഏതാണ്ട് ഒട്ടുമുക്കാലും പൂർണ്ണമായി നശിച്ച അവസ്ഥയിലാണ്. ഇന്ന് വ്യക്തികൾ ഒറ്റത്തടിയന്മാരായി ഇങ്ങനെ നടക്കുകയാണ്, ഓരോരോ അണുക്കളായി. ആറ്റമൈസ് സൊസൈറ്റി. ആധുനിക സമൂഹം എന്ന് പറയുന്നത് പല ആറ്റങ്ങളുടെ, ഇൻഡിവിജ്വൽ ആറ്റംസിൻ്റെ ഒരു കളക്ഷനാണ്. അതിൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടോ സമൂഹത്തോടോ ഒരു പ്രതിബദ്ധത ഉണ്ടാകാൻ സാധ്യമല്ല. നാം ഒരു കുറ്റകൃത്യം ചെയ്യാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ആ വഴിയിലേക്ക് പോകരുത് എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മെ പിടിച്ചു കെട്ടുന്ന ചില കരുതലുകളും പരിഗണനകളും ഉണ്ട്. അവയൊക്കെ നശിച്ചു പോകുന്നൊരവസ്ഥയാണ് ഈ ആറ്റമൈസ് സൊസൈറ്റി. അത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നു, നാം അതിൻ്റെ ഇരയായിത്തീരുന്നു. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, പരമ്പരാഗതമായ നമുക്ക് ധാർമ്മിക ബോധങ്ങളും ആധ്യാത്മികമായ കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം മനുഷ്യനെ സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, സെൽഫ് കൺട്രോൾ. ഇപ്പം നമുക്ക് കോപം വന്നു, നിങ്ങൾക്കും എനിക്കും കോപം അനുഭവപ്പെട്ടിട്ടുണ്ട്. കോപം വന്നതുകൊണ്ട് ആരുടെയെങ്കിലും അടിച്ച് മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റണമെന്നോ 10 പല്ല് പറിക്കണമെന്നോ ഇല്ല. കോപം വന്നതുകൊണ്ട് കത്തിയെടുത്ത് കുത്തി, വീട്ടിൽ തന്നെ 5 പേരെ കുത്തി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കോപത്തെ നിയന്ത്രിക്കാൻ ഒക്കുമോ ഇല്ലയോ നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ ആധുനിക സംസ്കാരത്തിൽ കൂടുതൽ പറഞ്ഞു വരുന്നത് മനുഷ്യന് സെൽഫ് കൺട്രോൾ സാധ്യമല്ല എന്നതാണ്. ഞാൻ HIV AIDS മേഖലയിൽ ഒത്തിരി പ്രവർത്തിച്ച ആളാണ്. എൻ്റെ ആദ്യത്തെ പുസ്തകം HIV AIDSനെ പറ്റിയാണ്. അന്ന് ആഗോളതലത്തിൽ നടന്ന പല ചർച്ചകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെയും ആളുകൾ, അവിടെ മഹാന്മാരായ ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് മനുഷ്യന് സ്വയത്തെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. സെൽഫ് കൺട്രോൾ ഇസ് ഇമ്പോസിബിൾ ഫോർ ഹ്യൂമൻ ബീങ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മനുഷ്യൻ ഇന്ന കാര്യം ചെയ്യരുത്, കോപം വന്നാൽ ഉടനെ കത്തിയെടുത്ത് കുത്തും, എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്നത്? അത് ശരിയാണോ? ഒരിക്കലുമല്ല. എനിക്ക് കോപം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കോപം വന്നിട്ടുണ്ട്, നമ്മൾ ആരെയും കൊന്നിട്ടില്ല, ആരുടെയും എതിരെ കൈപോലും പൊക്കിയിട്ടില്ല, പിന്നാട്ട് കൊല്ലുന്ന കാര്യം. എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നതുകൊണ്ടാണ്. അങ്ങനെ സ്വയം നിയന്ത്രിക്കുന്നത് നല്ലതാണോ മോശമാണോ? ഇപ്പോൾ സ്വയം നിയന്ത്രണം പാലിക്കുക, ആത്മസംയമനം പാലിക്കുക എന്നുള്ളൊരു ബലഹീനതയാണ് എന്നുള്ള ധാരണ സമൂഹത്തിൽ പടർത്തിയാൽ നാം എന്തു ചെയ്യും? അങ്ങനെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ ഘോരമാണ് എന്ന് ദയവായി മനസ്സിലാക്കുക. ആത്മീയതയും ധാർമ്മികതയും നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ശക്തി അവൻ്റെ ആത്മനിയന്ത്രണമാണ്. എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ ലോകത്തിലേക്കും ബലഹീനനാണ് എന്ന തിരിച്ചറിവാണ് ആത്മീയതയുടെ ബാലപാഠം. അത് നാം മനഃപൂർവ്വം ഉപേക്ഷിച്ചിരിക്കുന്നു. കോപം തോന്നിയാൽ ഉടനെ കുത്തുന്നവനാണ് മിടുക്കൻ എന്ന് കൊണ്ടുവച്ചാൽ അതിൻ്റെ പരിണിത ഫലം വളരെ ഭീകരമായിരിക്കും. രണ്ടാമതായിട്ട്, ആധുനിക മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെടുന്നൊരു കാര്യം, നമുക്ക് ഒരു സാമൂഹ്യ കാൽപ്പനികത, ഒരു സോഷ്യൽ ഇമാജിനേഷൻ ഇല്ല. അതായത് എന്താണ്? യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കണം, കരുതണം. അവർ നിങ്ങളോട് ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യരുത്. ആരെങ്കിലും നമ്മുടെ ചങ്കിൽ കത്തി കുത്തി കയറ്റണം നാം ഒരിക്കലും വിചാരിക്കുകയില്ല. നമ്മുടെ തൊലിക്ക് പോറൽ വരുത്തണമെന്ന് ആരും വിചാരിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് അങ്ങോട്ട് ചെയ്യാൻ സാധിക്കുന്നത്? അപ്പോൾ എന്നെപ്പോലെ ഞാൻ മറ്റൊരു വ്യക്തിയെ കരുതുന്ന ആ ഒരു ആത്മീകമായ വ്യക്തിത്വത്തിൻ്റെ വളർച്ച പ്രാപിക്കുന്ന ഒരുത്തൻ പോലും അക്രമത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുകയില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വയലൻസ് റിസൾട്ട്സ് ഫ്രം എ കൊളാപ്സ് ഓഫ് സോഷ്യൽ ഇമാജിനേഷൻ. ഇത് ഏറ്റവും ക്ലിയറായിട്ട് എനിക്ക് പറയാൻ കഴിയുന്ന അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ അക്രമാസക്തിയിലേക്ക് വീണു പോകുന്നത്? അവൻ്റെ സോഷ്യൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ, അന്യൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാനൊരു സാഹചര്യത്തെ പരിഗണിക്കുമ്പോൾ
അവൻ്റെ അവസ്ഥയോട് ഞാൻ താതാത്മ്യം പ്രാപിച്ച ഒരു സാഹചര്യത്തെ കാണുമ്പോൾ ആ കഴിവെനിക്കുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അക്രമത്തിൻ്റെ വഴിയെ പോകുകയില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ കൂടെയും മതപരമായ പരിശീലനത്തിൽ കൂടെയും പൊതു അഭിപ്രായത്തിൻ്റെ സ്വാധീനത്തിൽ സാംസ്കാരികമായ പ്രേരണയിൽ പോലും ഒരു വ്യക്തിയിൽ വളർത്തിയെടുക്കേണ്ട അടിസ്ഥാനപരമായ കഴിവെന്താണ്? ഞാൻ എനിക്ക് വേണ്ടി ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടിയും ചിന്തിക്കുക. നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് അക്രമാസക്തമായി പ്രവർത്തിക്കണമെങ്കിൽ അവൻ്റെ ഏറ്റവും അടുത്ത അയൽക്കാരനായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വെഞ്ഞാറമൂട് നടന്ന സംഭവം, 21 വയസ്സുള്ള യുവാവ് അവനൊരു സ്കൂട്ടറിൽ കയറി അവൻ്റെ ഇരകളായി അവൻ കണ്ടുവച്ചിരുന്ന അവൻ്റെ രക്തബന്ധത്തിലുള്ള പ്രിയപ്പെട്ട ആളുകൾ അവിടെ അടുത്ത് പോയി, അങ്ങനെയല്ലേ കുത്തിക്കൊന്നത് അല്ലേ? ദൂരെ നിന്ന് കത്തി എറിഞ്ഞാണ്, അല്ലെങ്കിൽ ദൂരെ നിന്ന് റോക്കറ്റ് വിട്ടിട്ടാണോ? അല്ല, അടുത്ത് ചെന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ അയൽക്കാരൻ എന്നോട് അയൽക്കാരെന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് വസിക്കുന്നതെന്നേ അർത്ഥമുള്ളൂ. ഇംഗ്ലീഷിൽ നെയ്ബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിക്ഷണറി നോക്കിയാൽ മനസ്സിലാകും, നിയർ ഡ്വെല്ലർ. നെയ്ബർ മീൻസ് നിയർ ഡ്വെല്ലർ. അപ്പോൾ എനിക്ക് ഏറ്റവും അടുത്ത നെയ്ബർ ആരാണ്? എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ സഹോദരിയാണ്, സഹോദരനാണ്. അവിടെയാണ് ആളുകൾ കൊല്ലുന്നത്. ഇപ്പോൾ ആ നെയ്ബർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ വേലിക്ക് അപ്പുറത്തുള്ള നെയ്ബർ. പണ്ട് അയൽക്കാർ തമ്മിൽ സാധാരണഗതിയിൽ അടിയുണ്ടായിരുന്നു, അതിർത്തി തർക്കമെന്ന് പറയും. ഇപ്പോഴോ വീട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ സോഷ്യൽ ഇമാജിനേഷൻ എത്രമാത്രം അധപ്പതിച്ചു എന്ന് മനസ്സിലായി. ഇത് ഈ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അടിസ്ഥാന സ്ട്രെങ്ത്സ്, നമ്മുടെ കഴിവുകൾ, അത് വാസ്തവത്തിൽ വീണ്ടെടുക്കാൻ സാധിക്കും. അതിന് തക്കതായ ഒരു സമീപനം ഉണ്ടാകണം. അതിനെപ്പറ്റി ആരും പറയാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് യേശുവിൻ്റെ പഠിപ്പീരുകൾ, ഓരോ മതത്തിലും ഇതിനെപ്പറ്റിയുള്ള പഠിപ്പീരുകളുണ്ട്. ഒരു മതവും മറ്റൊരു മതത്തിനേക്കാൾ മേന്മയാണെന്നോ താഴെയാണെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാ മതത്തിലും മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വത്തെ നിലനിർത്തുന്നതിന് ആവശ്യമായ ഉപദേശങ്ങളും ആദർശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയുണ്ട്. പക്ഷെ അതൊക്കെയും അവഗണിച്ചുകൊണ്ട് ഒരു സാംസ്കാരികമായ ശൂന്യതയിലേക്ക് വന്ന മനുഷ്യൻ മൃഗത്തേക്കാൾ മോശമായി പ്രവർത്തിക്കുന്നതാണ് അവൻ്റെ സ്വാതന്ത്ര്യം എന്ന ഒരു ധാരണ ഇപ്പോൾ പടർന്നു പിടിക്കുന്നത് കൊണ്ടാണ് ഈ വിഷയത്തെ പ്രത്യേകമായി കൈകാര്യം ചെയ്യുവാൻ എനിക്ക് കടമയുണ്ട് എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവണത 100% അവസാനിപ്പിക്കത്തക്ക വിധത്തിലാണ് യേശു ഗെത്സമന തോട്ടത്തിൽ വെച്ച് അവൻ അനീതിക്ക് ഇരയാകുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം. അതായത് യാതൊരു കുറ്റവും ചെയ്യാത്തവനെ സൈന്യം വന്ന് പിടിക്കുന്നു. യേശു അറിയാൻ തന്നെ കൊല്ലാൻ പോകുകയാണ്. ആ അവസരത്തിലും യേശുവിനെ സംരക്ഷിക്കാനായി വാൾ ഓങ്ങിയ പത്രോസിനോട് യേശു എന്താണ് പറയുന്നത്? വാള് ഉറയിലിടൂ, വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും. ഇത് ഒരിക്കലും മങ്ങിപ്പോകാത്ത ഒരു ഉപദേശമാണ്. മനുഷ്യൻ ഒരിക്കലും അക്രമത്തിൻ്റെ വഴിയെ പോകരുത്. ഏത് സാഹചര്യമാണെങ്കിലും നിന്റെ ജീവൻ അപകടത്തിലായി എന്ന് തോന്നിയാൽ പോലും നീ അപകടം ഒരു പോംവഴിയായി കാണരുത്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലായിരുന്നപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞത്, ഞാൻ മരിക്കാൻ തയ്യാറാണ്, കൊല്ലാൻ ഒരു കാലത്തും എനിക്ക് മനസ്സില്ല. ഞാൻ മരിക്കാൻ തയ്യാറാണ്, പക്ഷേ കൊല്ലാൻ എനിക്ക് മനസ്സില്ല, ഞാനങ്ങനെ ചിന്തിക്കുക പോലുമില്ല. അത് ആത്മീയമായി വളർച്ച പ്രാപിച്ചൊരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ കഴിയൂ. അങ്ങനെയുള്ള വ്യക്തിയെ കൊന്ന മഹാൻ ഗോഡ്സെയാണിപ്പോൾ ഗാന്ധിയേക്കാൾ മഹാനെന്ന് പറയുന്ന ഒരവസ്ഥ ഭാരതത്തിലുണ്ടായെങ്കിൽ അത് ഞാൻ ഇതുവരെ സൂചിപ്പിച്ച യാഥാർത്ഥ്യങ്ങളെ മുഴുവനും ശരിവെക്കുകയും അതങ്ങനെ തന്നെയാണെന്ന് തെളിയിക്കുകയും അതൊരു അപകടമാണ്, അത് നാം ഉദ്ദേശിക്കുന്നതിനൊക്കെ വലിയ അപകടമാണെന്ന് ഉച്ചസ്വരത്തിൽ വിളിച്ചറിയിക്കുകയും ചെയ്തൊരു യാഥാർത്ഥ്യമാണ്. ഒരു 20 വർഷം മുൻപ് ഗാന്ധിയല്ല ഗോഡ്സെയാണ് നമ്മുടെ നേതാവ്, ആയിരിക്കണം നമ്മുടെ നേതാവെന്ന് പറഞ്ഞാൽ ആളുകൾ അന്തം വിട്ടു പോകുമായിരുന്നു. ഇപ്പോഴെങ്ങനെ പറയുമ്പോൾ അതിലേതോ കാര്യമുണ്ടല്ലോ എന്ന് ചിന്തിക്കത്തക്കവണ്ണം ഭൂരിപക്ഷം
ആളുകൾ അല്ലെങ്കിൽ പോലും ഒരു നല്ല വിഭാഗം ആളുകൾ അങ്ങനെ തന്നെയാണ് എന്ന് ചിന്തിക്കത്തക്കവണ്ണം നാം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അടിസ്ഥാനം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇങ്ങനെ സംഭവങ്ങൾ നടന്നാൽ അതിൽ അത്ഭുതപ്പെടാൻ നമുക്കെന്താണ് അവകാശമുള്ളത്? അപ്പോൾ ഈ ധാർമ്മികവും ആധ്യാത്മികവുമായ അധപ്പതനം സൃഷ്ടിക്കുന്ന അപകടകരമായ അവസ്ഥകളെ നാം തിരിച്ചറിയുമ്പോൾ എന്തുകൊണ്ടാണ് നാം മറ്റൊരു വിധത്തിൽ വെളിച്ചത്തിൻ്റെ വഴിയെ സഞ്ചരിക്കേണ്ട ആവശ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ യേശുവിൻ്റെ നിർദ്ദേശം, വാള് ഉറയിലിടൂ, പുട്ട് ഡൗൺ ദ സോഡ്, ഹി ഹു ടേക്സ് ദ സോഡ് ഷാൽ പെരിഷ് ബൈ ഇറ്റ്. അത് അതിമനോഹരമാണ്. ചരിത്രത്തിൻ്റെ ആ വാസനയെ മുഴുവനും അതിൻ്റെ വിശപ്പല്ലെടുക്കുവാൻ പര്യാപ്തമായ വാക്കുകളാണിത്. വാൾ ഉറയിലിടും. പക്ഷേ ഇന്നോ ഓരോരുത്തരുടെയും കയ്യിൽ വാളെടുത്തുകൊണ്ട് നടക്കും. അമേരിക്കയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം എന്താണ്? ഇത്രമാത്രം അക്രമം ഉണ്ടായിട്ടും എത്രയോ പേരെ പിടിവെച്ച് കൊല്ലുന്നു. സ്കൂളുകളിൽ വന്ന് കുഞ്ഞുങ്ങളെ പിടിവെച്ച് കൊല്ലുന്നു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ തോക്കൊണ്ടുവന്ന് അധ്യാപകന്മാരെ വെടിവെച്ച് കൊല്ലുന്നു. മോളുകളിൽ വെടിവെപ്പ് നടത്തുന്നു. എപ്പോൾ ആരെ കൊല്ലുമെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും ഓരോ വ്യക്തിക്കും അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്താണ്? എൻ്റെ കയ്യിലൊരു തോക്ക് വേണം. ദ റൈറ്റ് ടു ഓൺ എ ഗൺ. ഗൺ നിയന്ത്രിക്കാമോ? തോക്ക് നിയന്ത്രിക്കുന്നത് ശരിയാണോ? അയ്യോ അല്ല. കാരണം തോക്കില്ലാത്തവൻ മനുഷ്യനല്ല. മൂക്കില്ലെങ്കിലും തോക്ക് വേണം. ഇതാണ് അമേരിക്കൻ കൾച്ചറിൻ്റെ ഇപ്പോഴത്തെ ഒരു വലിയ നിർബന്ധം. നമുക്കറിയാം, അത് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അത് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് തോക്കില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് പറയുന്നതും. അത് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ക്രിസ്ത്യാനിറ്റിയുടെ, ക്രിസ്തു മതത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ സംരക്ഷകരെന്ന് അവകാശപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ട്രംപാണ് ഇപ്പോൾ ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുമ്പോൾ ക്രിസ്തു മതം എവിടെ കിടക്കുന്നു? യേശു എവിടെ കിടക്കുന്നു? യേശുവിൻ്റെ സാക്ഷ്യം എവിടെ കിടക്കുന്നു? ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇനി നമ്മുടെ സമൂഹത്തിലാകമാനം ഇന്ന് വാസ്തവത്തിൽ ഏക വിശ്വാസ പ്രമാണമേ ഉള്ളൂ. ഒറ്റ വിശ്വാസ പ്രമാണം. നിങ്ങൾ ഹിന്ദു ആയാലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആയാലും, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, മകനാണെങ്കിലും അപ്പനാണെങ്കിലും, ഒറ്റ വിശ്വാസ പ്രമാണം എന്താണ്? അക്രമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ അക്രമത്തിൽ വിശ്വസിക്കുന്നു. സഭകൾ പോലും എന്ന് പറയേണ്ട സഭകൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തെ അല്ല ആശ്രയിക്കുന്ന അക്രമത്തെ തന്നെയാണ്. ആ അക്രമം പല വിധത്തിൽ. ഇപ്പോൾ അഭയ കേസ് വരുമ്പോൾ ഒരു പെൺകുട്ടിയെ, കന്യാസ്ത്രീയായ യുവതിയെ കൊന്ന ആ സംഭവത്തിൽ 28 വർഷത്തോളവും അവൾക്ക് നീതി ലഭിക്കാതിരിക്കത്തക്കവണ്ണം സഭ ഉപയോഗിച്ച അക്രമത്തിൻ്റെ ആയുധം സഭയുടെ സമ്പത്താണ്. സമ്പത്ത് വാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം സഭയ്ക്കുണ്ട്. അത് പറയാൻ വിശ്വാസിക്ക്, ക്രിസ്ത്യാനിക്ക് നട്ടലില്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. അതേ സമ്പത്ത് ഉപയോഗിച്ചിട്ടാണ് രാഷ്ട്രീയക്കാരെ വിലയ്ക്ക് വാങ്ങിക്കുന്നതും പോലീസുകാരെ സ്വാധീനിക്കുന്നതും നീതിന്യായ പ്രസ്ഥാനങ്ങളിൽ പോലും കൈകടത്തുന്നതും. അത് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസിൽ നാം വളരെ പ്രത്യക്ഷമായിട്ട് കണ്ടതാണ്. ഞാനെൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ സമ്പത്ത് വാളായിട്ട് ഉപയോഗിക്കുന്നൊരു സ്വഭാവം അത് സഭയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്, സംസ്കാരത്തിലുണ്ട്. അതുകൊണ്ടാണ് സമ്പത്തുള്ളവനെ ശിക്ഷിക്കാൻ സാധ്യമല്ല. ഇപ്പം അദാനി അംബാനിയെ ആരുടെങ്കിലും തൊടാൻ സാധിക്കും. കാരണം എന്താണ്? സമ്പത്ത് എന്ന് പറയുന്ന വലിയ അണുബോംബ് അവരുടെ കയ്യിലുണ്ട്. സാധാരണ ആളുടെ കയ്യിൽ കത്തിക്കുത്തിൻ്റെ കഠാരയും, സഭയുടെ കയ്യിൽ സമ്പത്തിൻ്റെ വാളും, അദാനിയുടെ കയ്യിൽ അംബാനിയുടെ കയ്യിൽ സമ്പത്തിൻ്റെ ബോംബുമുണ്ട്. ഇതാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെയുള്ളവൻ മിടുക്കനാണ്, അവൻ കാര്യക്കാരനാണ്, അവൻ്റെ മുമ്പിൽ സർക്കാർ പോലും മുട്ടുകുത്തും. ഇപ്പോൾ ട്രംപാണ് ട്രംപിൻ്റെ വലത് കൈയായ ഇലോൺ മസ്കാണ് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഇലോൺ മസ്ക് തുമ്മിയാൽ അമേരിക്കയിൽ 16,000 ആളുടെ ജോലി പോകും. അതും നമ്മെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം ഇതാണ്. സമ്പത്താണ് ബോംബ് എന്നത് മാത്രമാണ്. അപ്പോൾ ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. നാം തന്നെ സൃഷ്ടിച്ച സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും ഇരകളായിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്തുകൊണ്ടിത് പറയുന്നു എന്ന് ചോദിച്ചാൽ,
ഈ പ്രശ്നത്തിന് പോംവഴി കണ്ടെത്താൻ നമുക്ക് സാധിക്കും. നാം വരുത്തി വെച്ച ഈ വലിയ ശാപം അത് ഒന്ന് ഒഴിച്ചുവിടാനും നമുക്ക് കഴിയും. ഇത് നാം തിരഞ്ഞെടുത്ത തീരുമാനങ്ങളിൽ കൂടെ അല്ല ഈ പകർച്ചവ്യാധി നമ്മെ പിടിച്ചതെങ്കിൽ നാം നിസ്സഹായരാണ്. ഇപ്പോൾ പണ്ടൊക്കെ ആൾ വിചാരിച്ചിരുന്ന പോലെ ദൈവകോപം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഇടി വെട്ടിയ ആളുകൾ ചാകുന്നു, അതിനെപ്പറ്റി നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഭൂകമ്പം വന്ന ഭൂചലനം വന്ന ആൾ ചെയ്യുന്ന നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മളുണ്ടാക്കി വെച്ചതല്ല എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഉരുൾപൊട്ടി 500 പേര് ചത്തു, നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇടി വെട്ടുന്നത് പോലെയും ഭൂകമ്പം പോലെയും അല്ല ഉരുൾപൊട്ടൽ എന്നതും കൂടെ ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള അവസരമല്ല എന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. എന്നാൽ അതുപോലെയല്ല അക്രമാസക്തമായൊരു സംസ്കാരം സൃഷ്ടിക്കുന്നത്. അത് ദൂരെ നിന്നോ ഏതാണ്ട് ദൈവങ്ങൾ വന്നോ അല്ലെങ്കിൽ സാത്താൻ വന്നോ നമ്മുടെ മേൽ ഇട്ടിട്ട് പോകുന്ന ശാപമല്ല. നാം മനഃപൂർവ്വം ചെയ്ത തീരുമാനങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ മൂലം കാലാകാലങ്ങളിൽ അത് വർദ്ധിച്ചു വരികയും ഇന്ന് അത് ഒരു ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റർ പോലെ നമ്മെ വിഴുങ്ങാനായിട്ട് വരികയും ചെയ്യുന്നു. ഇത് നാം സൃഷ്ടിച്ച ഒരു പ്രതിഭാസമാകുന്നത് കൊണ്ട് നമുക്ക് അതിന് പ്രതിവിധി കണ്ടെത്താൻ കഴിയണം. അതിലേക്ക് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ശ്രദ്ധ തിരിക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി നമുക്ക് തുടർന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചിന്ത വിലയേറിയതാണ്. അവ ദയവായി പങ്കിടുക. നിങ്ങൾക്കറിയാവുന്നതുപോലെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുന്ന ഓരോ വാക്കും ഞാൻ വളരെ ശ്രദ്ധയോടെ വായിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അതെനിക്ക് നന്നായി പ്രയോജനപ്പെടുന്നുണ്ട്. പല കാര്യങ്ങളും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും അല്പം വേറിട്ട് ചിന്തിക്കുവാനും നിങ്ങളുടെ പ്രതികരണങ്ങൾ എന്നെ നന്നായി സഹായിക്കുന്നു എന്നത് വളരെ എളിമയോടെ ഞാൻ സമ്മതിക്കട്ടെ. ദയവായി നിങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെപ്പറ്റി വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ നിങ്ങൾക്ക് സംഭവിക്കുന്ന അത്യാഹിതം പോലെ ഇൻവോൾവ് തിങ്കിങ് എന്ന് പറയും ഇംഗ്ലീഷിൽ, ഇൻവോൾവ്ഡ് തിങ്കിങ്, അങ്ങനെ ഇങ്ങനെയുള്ള സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോട് നിങ്ങൾ ബന്ധം പുലർത്തുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അത് പരിഹരിക്കത്തക്കവണ്ണം എങ്ങനെ പ്രതികരിക്കണം, ഈ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചിന്തിക്കുകയും പ്രതിവിധികൾ നിർദ്ദേശിക്കുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം ഏവർക്കും നല്ല ബുദ്ധി നൽകുമാറാകട്ടെ.